ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രെയിലർ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഗുരുവായൂർ അമ്പലനടയിൽ മൂവി മെയ് 16 റിലീസിന് എത്തുകയാണ്. നമുക്കറിയാം, പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, ജഗദീഷ്, പിന്നെ നിഖില വിമൽ, സാഫ് ബോയ്, ഇങ്ങനെ വലിയൊരു താരനിര. ഇത്രയും കാസ്റ്റിംഗ് വരുന്ന ഒരു സിനിമ അടുത്ത കാലത്ത് സംഭവിച്ചിരുന്നു എന്ന് സംശയമാണ്. അപ്പോൾ ആ ഒരു സിനിമ നമുക്ക് റിലീസിന് എത്തുകയാണ്. ഒരു കോമഡി ജോണറിൽ തന്നെയാണ് സിനിമ വരുന്നത്. വിപിനാണ് സംവിധാനം. നമുക്കറിയാം, ജയഹയുടെ ഡയറക്ടർ. അപ്പോൾ എന്തായാലും ട്രെയിലർ റിയാക്ഷൻ വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. سيدي أنا سأتزوج. أوه جيد جدا، أتمنى لك كل السعادة. في كيرلا. أين في كيرلا؟ معبد غوريوايور. سيكون الاحتفال هناك. أيوة غوريوايور أمبلناديل. وين؟ ഗുരുവായൂർ أمبلا ندايل. കറക്റ്റ് സർ. പ്രൊഡക്ഷൻസ്. കുറച്ചല്ല, കുറച്ചധികം. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം അനശ്വര, ബേസിൽ ജോസഫ് കോംബോ. ഇങ്ങനൊരു ഏട്ടനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യും. ഓ മാൻ, ആനന്ദൻ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇനി നിന്റെ മുന്നിൽ മനോഹരമായ ജീവിതമായിരിക്കും. ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമെ പരിക്കൊന്നും കാണുന്നില്ല. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. ഞാൻ ജോർജ്, MBBS MD in psychiatry. I am മായൻകുട്ടി B. Hello. സാഫ് ബോയ്. മലയ്ക്ക് പോവാ, മാലയിട്ടിട്ട് കള്ളം പറഞ്ഞ മലയ്ക്ക് പോകുമ്പോ പുലി പിടിക്കും. ജംഗ്ഷൻ പുലി. രാത്രിയിൽ നീ എനിക്കൊരു കെട്ടൻ, ഞാൻ നിനക്കൊരു കൂട്ടൻ. അഴിക്കരുതിന്റെ മട്ട. അമ്മ, അഞ്ജലി, അച്ഛ, എനിക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല. പേടിക്കാനൊന്നുമില്ല, ഇതൊരു സൈക്കാട്രിക് പ്രശ്നം ആനന്ദം പറഞ്ഞത്. നമ്മൾ മാത്രമല്ല കല്യാണം മുടക്കാവുന്നത്, തമിഴരും തെലുങ്കനും എല്ലാവരും ഉണ്ട്. കല്യാണ മക്കൾ കുറെ ഉണ്ട് ഇതിനകത്തല്ലേ. ഓ യോഗി ബാബു. ഈ കല്യാണം ഞാൻ നടത്തും, നിന്നെ എനിക്ക് വേണം. വിപിൻ ദാസ്. അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. വന്നിരിക്കും. നല്ല കിഡിലൻ ഒരു ട്രെയിലർ തന്നെയായിരുന്നു. അത്യാവശ്യം എല്ലാ ക്യാരക്ടേഴ്സും, ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും വന്നു പോകുന്ന ഒരുപാട് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ട്രെയിലർ. അപ്പോൾ സിനിമ എന്തായാലും പക്ക കോമഡി മൂവി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യം. അങ്ങനെ നമ്മൾ പണ്ടൊക്കെ പ്രിയദർശൻ സിനിമകളിലൊക്കെ സംഭവിക്കുന്ന നമുക്കറിയാം, ഈ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് അറിയാലോ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. നമുക്ക് ഒന്നും വേണ്ട, വെട്ട മൂവി, അതുപോലെ മഴ പെയ്യുന്നു മുതലം കൊടുക്കുന്നു, ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് നോക്കി കഴിഞ്ഞാൽ അത് ആ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും കൂടി ഒരു ബഹളമാണ്. അങ്ങനെയാണ് ആ ഒരു സിനിമ. അത്രയും ക്യാരക്ടേഴ്സ് വരുന്ന സിനിമയായിരിക്കും പ്രിയദർശൻ സിനിമകളൊക്കെ. അതുപോലെയൊക്കെ എനിക്കൊരു ഫീൽ വന്നുപോയി. കാര്യം അല്ല, ഞാൻ പറഞ്ഞത് ആ സിനിമയുടെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതല്ല, അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് അത്രയും പേര് എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ആനന്ദ് എന്നൊരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി എവിടേക്കോ ഒരു പിരി ലൂസായിട്ടുള്ളൊരു ക്യാരക്ടറാണോ എന്ന് സംശയമുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് തോന്നുന്നു. പിന്നെ ബേസിൽ ജോസഫിനെ ഭയങ്കര സ്നേഹിച്ച് ഉള്ളൊരു ക്യാരക്ടറാണ് തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് പുള്ളിയും ഈ കല്യാണം മുടക്കിലൊരു ഭാഗമാണോ എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് വരുന്നത്. പിന്നെ ജഗദീഷ്, ഇങ്ങനെ സാഫ് ബോയ്, ഇവരൊക്കെ ഫ്രണ്ട്സാണ് തോന്നുന്നു. ബേസിൽ ജോസഫിന്റെ ഫ്രണ്ടായിട്ട് വരുന്നു തോന്നുന്നു. പിന്നെ കല്യാണത്തിന്റെ ആവശ്യമായിട്ട് ഇങ്ങനെ വിദേശത്തു നിന്നും എനിക്ക് ദുബായിൽ നിന്നോ മറ്റോ നാട്ടിലേക്ക് വരികയും പിന്നെ നടക്കുന്ന കല്യാണവുമായി റിലേറ്റഡ് ചെയ്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് സിനിമയിൽ വരുന്നുള്ളൂ. എന്നിരുന്നാലും നമ്മൾ മെയ് 16 കണ്ട് തന്നെ അത് ആസ്വദിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭയങ്കര കുറേ കാലങ്ങളായി ഞാൻ മുൻപ് എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ കോമഡി മൂവീസാണ്. നമുക്ക് അത്രയും കുറവാണ് കോമഡി മൂവീസ്. ആക്ഷൻ മൂവീസ് ആയാലും ത്രില്ലേഴ്സ് ആണെങ്കിലും ഇഷ്ടം പോലെ നമുക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കോമഡി മൂവീസ് വളരെ വളരെ ചുരുക്കമായിട്ട് ഓരോ വർഷവും നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളാണ് ഫാമിലി ഓഡിയൻസിനും കൂടുതൽ അവർക്ക് കാണാൻ കൂടി അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ സിനിമകൾ തിയേറ്ററിൽ പോയി ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്ത് ഫണ്ണായിട്ട് ആ ഒരു ചിരിച്ച മുഖത്തോടുകൂടി തിരിച്ചു വരുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവി ഒരുപാട് കാലമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വലിയൊരു നല്ലൊരു കോമഡി മൂവി ആയിട്ട് മാറട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. എന്തായാലും ജയ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തതോടുകൂടി നമുക്ക് വിപിൻ ദാസിന്റെ ഓൾമോസ്റ്റ് നമുക്കറിയാം, ആള് അത്യാവശ്യം കഴിവ് തെളിച്ച ഒരു ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം മെയ് 16 തിയേറ്ററിൽ വെച്ച് കാണാം, ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് കാണാം.